ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. പപ്പായുടെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ ഞാനും കുട്ടികളും റെഡിയായി. അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് സെറ്റായിട്ടിരിക്കുകയാണ്. ഇനിയും ഈ ചായം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോവാം. പിന്നെ ലഗേജൊക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇച്ചായൻ കടയിൽ നിന്ന് വന്നു. കടയിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചായൻ്റെ മെയിൻ ടാസ്ക്കാണ് ഇച്ചൂട്ടനെ എടുക്കാൻ. ഇച്ചൂട്ടിനെ എടുത്തില്ലെങ്കിൽ പിന്നെ അവൻ അവിടെ ഇരുന്ന് കരഞ്ഞു പൊളിക്കും. സോ ഇല്ലെങ്കിൽ അവൻ വേറെ ഒരു പണി നമ്മളെ ചെയ്യാൻ സമ്മതിക്കില്ല. സോ ആദ്യം വന്നു കഴിഞ്ഞാൽ അവനെ എടുത്തില്ലെങ്കിൽ അവനൊരു സമാധാനം ഇല്ല. അങ്ങനെ ഞങ്ങളുടെ വണ്ടിയാണെങ്കിൽ വീടിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇച്ചായൻ നടന്നു പോയിട്ട് വണ്ടി എടുത്തിട്ട് വന്നു. പിന്നെ ഇച്ചായനിപ്പോൾ വണ്ടിയിൽ സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇച്ചായൻ വരുന്നതിന് മുന്നേ തന്നെ എല്ലാം ഹാളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു. അതാവുമ്പം ഇച്ചായൻ വരുമ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങ് പോവാമല്ലോ. എത്രത്തോളം നമ്മൾ ഇവിടെ ഡിലേ ആക്കുന്നോ നമുക്ക് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഭയങ്കര അൺടൈം ആകും. അതുകൊണ്ട് ഞാൻ എല്ലാം നേരത്തെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ കുന്നൂർ ജംഗ്ഷനിലേക്ക് എത്തി. അവിടെ നിന്ന് ഇപ്പോൾ ഫസ്റ്റ് ബെൻഡ് ഇറങ്ങാൻ തുടങ്ങി ഞങ്ങൾ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിച്ചാനോട് പറഞ്ഞു നമുക്കിന്ന് ചായ കുടിച്ചാലോ എന്ന്. അങ്ങനെ ഒരു ചായക്കടയിൽ നിർത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചായ മേടിച്ചു. പിന്നെ അവിടെ ചൂടാണെങ്കിൽ മുളക് ബജിയും കായ ബജിയും ആണെങ്കിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് മേടിച്ചു. എനിക്കാണെങ്കിൽ മുളക് ബജി വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് കായ ബജിയാണ് കഴിച്ചത്. ഞങ്ങൾ കഴിക്കുന്ന കണ്ടപ്പോൾ എബിക്കുട്ടനും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എബിക്കുട്ടനും 2 കായ ബജിയൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ആനേനെ കണ്ടു. അപ്പോൾ ഞാൻ എബിക്കുട്ടനോട് പറഞ്ഞു ആന നിൽക്കുന്നടാ എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് അത് എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഞങ്ങൾ അങ്ങ് പാസ് ചെയ്തു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചായൻ പറഞ്ഞു ദാണ്ട്രി റൈറ്റ് സൈഡിൽ ആന നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ കുറേ വണ്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ ആനയുടെ ഫോട്ടോ എടുക്കും. അതുകൊണ്ട് ഞങ്ങളും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ഇവർ മൂവ് എന്ന് കാണുന്നില്ല. അതുകൊണ്ട് അപ്പം ഇച്ചായൻ എന്തോ ഇത് കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് എടുത്തു. അപ്പോൾ അവിടെ ഡ്രൈവർ പറഞ്ഞു ആന ആന എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയപ്പോൾ ഫ്രണ്ടിൽ 2 ആന നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബാക്കിലോട്ടും എടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ സൈഡിലും ആനയായിരുന്നു. ഞങ്ങൾ ആകെ പാനിക്കായിപ്പോയി. എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് എബിക്കുട്ടൻ ബാക്കിലിരുന്നിട്ട് ഫ്രണ്ടിലേക്ക് വന്ന് ഡാഡാ മോന് പേടിയാവുന്നു പറഞ്ഞു. ആകെ ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആയിപ്പോയി ഞങ്ങൾക്കാണെങ്കിൽ. എന്തായാലും ആന അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പെട്ടെന്ന് കട്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് എടുത്തു. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ എത്തി. നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ അവിടെ എത്തി. ഇവിടെയാണ് ഞാനും ഇച്ചായനും, ഞങ്ങളുടെ കോളേജ് ഇവിടെയാണ്. സോ ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഈ ഫ്രൈഡ് റൈസ് പൊതുവേ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് റെസ്റ്റോറൻറ്റിലെ ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ല. എപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഇച്ചായൻ ഫ്രൈഡ് റൈസ് ഓർഡർ കൊടുക്കും. ഞാനപ്പോൾ ബിരിയാണി ഓർഡർ കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇച്ചായൻ പറഞ്ഞു നീ ഇവിടുത്തെ ഒരു ഫ്രൈഡ് റൈസ്, ഇതൊരു തട്ടുകടയാട്ടോ, അപ്പം ഇവിടുത്തെ ഫ്രൈഡ് റൈസ് ഒന്ന് നീ ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാലും ഒരെണ്ണം മേടിച്ചാൽ മതി കേട്ടാന്ന് പറഞ്ഞു. സോ ഇച്ചായൻ ഒരെണ്ണം മേടിച്ചു. അപ്പം ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അന്ന് തൊട്ട് എനിക്ക് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടം. അതും ഈ സ്ട്രീറ്റ് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയാലും ഇവിടെ ചവിട്ടാതെ ഞങ്ങൾ പോവാറേ ഇല്ല. ഇവിടുത്തെ ഫ്രൈഡ് റൈസും കഴിക്കാതെ ഞങ്ങൾ പോവാറേ ഇല്ല. അങ്ങനെ ഞങ്ങൾ കേരള ബോർഡറൊക്കെ വന്ന് ഇതാണ് ആലത്തൂർ ഹൈവേ ആണ്. ഞങ്ങളിപ്പോൾ ആലത്തൂർ വഴിയാണ് പോകുന്നത്. നേരത്തെ ഞങ്ങൾ പട്ടാമ്പി വഴി കൂടെയാണ് പോകുന്നത്. അതെനിക്ക് ഭയങ്കര ചുറ്റായിട്ട് തോന്നി. ആലത്തൂർ വഴിയാവുമ്പം പെട്ടെന്ന് എത്തും. അത് നല്ല റോഡുമാണ്, അടിച്ചു പൊളിച്ച് നമുക്ക് പോകാം. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും ആലത്തൂർ വഴി തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അതാവുമ്പോൾ പെട്ടെന്ന് എത്തുകയും ചെയ്യാം. സോ ഞങ്ങൾ ഇനിയിപ്പോൾ വീട്ടിലെത്താറായി. ഇപ്പോൾ തന്നെ സമയം 2 മണിയായി. സോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ.